നമുക്ക് ഒരു വീടിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു സ്ഥാനം എന്ന് പറയുന്നത് ആ വീടിൻ്റെ പ്രധാന ഡോറാണ്. അപ്പം ആ ഡോറ് നമുക്ക് കറക്റ്റ് സ്ഥലത്തല്ലെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നമ്മുടെ ജീവിതത്തിലേക്ക് വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു നിങ്ങൾ എത്രയൊക്കെ വാസ്തു നോക്കി നിങ്ങൾ വീട് വെച്ചു എന്ന് പറഞ്ഞിട്ടും ആ ഡോറ് തെറ്റിച്ചാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഫലം നിങ്ങൾക്ക് കിട്ടില്ല. കാരണം ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ആ വീട്ടിലേക്ക് ഏറ്റവും എനർജി കൊണ്ടുവരുന്നത് അതിൻ്റെ മെയിൻ ഡോറാണ്. അപ്പോൾ ഒരു മെയിൻ ഡോർ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും ആ വീടിൻ്റെ ഒരു ഏകദേശ സ്വഭാവം എന്താണെന്ന് പറയാൻ പറ്റും. ഇപ്പോൾ ഒരു വീട്ടിലെ സംബന്ധിച്ചിടത്തോളം ഒരു വീടിൻ്റെ കട്ടള നമ്മൾ പോയി കണ്ടു. അതിൻ്റെ മേൽപ്പടി അത് മൊത്തം നമുക്ക് ദ്രവിച്ച് ചെതലെല്ലാം എടുത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പിതാവിനെ സൂചിപ്പിക്കുന്ന പടിയാണെന്നാണ് വാസ്തുവിൽ പറയുന്നത്. അപ്പോൾ പിതാവിൻ്റെ കണ്ടീഷൻ അത്ര ബെറ്റർ ആയിരിക്കില്ല. അതേസമയം അടിയിലെ പടിയാണെങ്കിലോ അത് മാതാവിനാണ്. അത് ആ പ്രശ്നങ്ങൾ ആരെ സൂചിപ്പിക്കുന്നു? മാതാവിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ കട്ടിൽ എപ്പോഴും നല്ല വൃത്തിയായും അതേപോലെ തന്നെ നല്ല ഭംഗിയായും കട്ടില നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ചില കട്ടിലയിലൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്കാണ് അതിനകത്ത് മൊത്തവും ചിലന്തി വല, അത് കഴിഞ്ഞിട്ട് തന്നെ പായലല്ല ചിലന്തി വല, പൊടി, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇരുന്ന് അഴുക്കായിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കത് നെഗറ്റീവായിട്ടുള്ളൊരു എനർജിയാണ് തരുന്നത്. അപ്പോൾ ഇതിൽ വേറൊരു ഇതിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മുടെ കട്ടള നല്ലതുപോലെ ഒരു നനഞ്ഞൊരു തുണിയിട്ട് തുടച്ച് വൃത്തിയാക്കി നമ്മൾ ആ കട്ടളയൊന്ന് അലങ്കരിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലക്ഷ്മി കടാക്ഷം ഉണ്ടാവുമെന്നും നമ്മളിലേക്ക് സമ്പത്ത് വരുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ കട്ടളയുടെ കാര്യമാണ് സംസാരിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ കട്ടള നമുക്ക് യഥാസ്ഥാനത്തിരിക്കണം, അതിനോടൊപ്പം തന്നെ അത് വൃത്തിയായും ശുദ്ധിയായിരിക്കണം. അപ്പോൾ കട്ടളയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ ഒരുപാട് പുതിയ വീടുകളിൽ ചെയ്തു വരുന്ന ഒരു പ്രധാന തെറ്റും കൂടെ ഞാൻ സൂചിപ്പിക്കാം. ഈ കട്ടളയുടെ മെയിൻ ഡോർ എന്ന് പറഞ്ഞാൽ 2 പാളിയായിട്ട് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. 2 പാളി കട്ടള നല്ലതാണ്, ഒറ്റപ്പാളിയല്ല 2 പാളി, അത് കുഴപ്പമൊന്നുമില്ല, നല്ലത് തന്നെ. പക്ഷേ അവർ ചെയ്യുന്ന തെറ്റെന്ന് പറയുന്നത് ഈ പാളി 2 അളവിൽ ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് നമുക്കൊരു 3 അടിയാണ് കട്ടളയുടെ ആ ഒരു ഇത് വരുന്നതെന്നുണ്ടെങ്കിൽ ഒരു പാളി 2 അടി വീതിയും ഒരു പാളി 1 അടി വീതിയും ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 അളവായി. അങ്ങനെ ചെയ്തുകൂടാന്ന് വാസ്തുവിൽ പറയുന്നുണ്ട്. രണ്ടും ഒരേ സൈസ് ആയിരിക്കണമെന്നാണ് വാസ്തുവിൽ പറയുന്നത്. അപ്പം അത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് വലിയ അത്യാവശ്യമാണ്. അടുത്തത് ഇതിൻ്റെ സ്ഥാനം. 2 രീതിയിലാണ് കട്ടളയുടെ സ്ഥാനം നമ്മൾ കണക്കാക്കുന്നത്. ഒന്ന്, ആ വീടിൻ്റെ ഉച്ചസ്ഥാനത്താണോ മെയിൻ ഡോർ എന്നുള്ളത് നോക്കണം. ഉച്ചസ്ഥാനത്താണെന്നുള്ളത് ഒരുപാട് പ്രോഗ്രാമിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാലും 1-2 ഉച്ചസ്ഥാനങ്ങൾ ഞാൻ പറയാം. കിഴക്ക് ദർശനമാണെങ്കിൽ വീടിൻ്റെ പകുതിയിൽ നിന്നും വടക്ക് കിഴക്കിലേക്കും, പടിഞ്ഞാറ് ദർശനമാണെങ്കിൽ വീടിൻ്റെ പകുതിയിൽ നിന്നും വടക്ക് പടിഞ്ഞാറിലേക്കുമായിരിക്കണം പ്രധാന കട്ടള വരേണ്ടത്. അത് വാസ്തു. ഫെങ്ഷുയിലേക്ക് പോകുമ്പോൾ ആ വീടിൻ്റെ ഫ്ലൈങ് സ്റ്റാർ എടുക്കുക. ഫ്ലൈങ് സ്റ്റാർ എടുത്തിട്ട് ഏറ്റവും നല്ല പ്രോസ്പെരിറ്റി ഉള്ള വാട്ടർ സ്റ്റാർ നിൽക്കുന്ന സ്ഥലത്ത് കട്ടള കൊണ്ട് വയ്ക്കുക. അപ്പോൾ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് വാസ്തുവും ഫെങ്ഷുയും കൂടെ കറക്റ്റ് ചെയ്തിട്ട് ആ ഒരു പോയിന്റ് നമുക്ക് കിട്ടുകയാണെങ്കിൽ ഏറ്റവും ശുഭകരം അതായിരിക്കും. അപ്പോൾ കട്ടള വെക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, അതാത് സ്ഥലത്ത് തന്നെ ചെയ്യുക. അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു വീടിൻ്റെ പ്രാണവായു അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എനർജി കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീടിനെ സംബന്ധിച്ചിടത്തോളം മെയിൻ ഡോറാണ്. ആ മെയിൻ ഡോറ് വൃത്തിയായും ശുദ്ധിയായിരിക്കണം. അതുപോലൊപ്പം നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ചില മെയിൻ ഡോറിൻ്റെ സമീപത്ത് എന്ന് പറഞ്ഞാൽ കുറേ നെഗറ്റീവായിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവന്നിട്ടാൽ കാണാം. ചിലരെന്ന് പറഞ്ഞാൽ ഷൂ റാക്ക് കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ട് ഷൂ എല്ലാം വലിച്ചു വാരി ഡോറിൻ്റെ ഫ്രണ്ടിലും ഇട്ടാക്കാം. ചില വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീടിൻ്റെ നേരെ ഫ്രണ്ട് ഡോറിനെ ക്രോസ് ചെയ്തിട്ട് കൊണ്ടുവന്ന് കാറ് പാർക്ക് ചെയ്തിരിക്കുന്ന കാണാം. ചില വീട്ടിലെന്ന് പറയുമ്പോഴത്തേക്ക് വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കുറേ സാധനങ്ങൾ കൊണ്ട് വെച്ചിരിക്കുന്ന കാണാം. ഏണി, അതല്ലെങ്കിൽ ചൂല്, അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പറമ്പിലൊക്കെ ഉപയോഗിക്കുന്ന കുന്താലി, മൺവെട്ടി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവയ്ക്കുന്നതാണ്. പിക്കാസൊക്കെ, അങ്ങനെയുള്ളതൊന്നും പ്രധാന വാതിലിൻ്റെ സമീപത്ത് വരാൻ പാടില്ല. പ്രധാന വാതിൽ എപ്പോഴും വൃത്തിയായും ശുദ്ധിയായും സൂക്ഷിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കൂ. ഇനി ഫെങ്ഷുയുടെ ചില ടൂൾസിലേക്ക് നമുക്ക് പോകാം. നമ്മൾ പ്രധാന വാതിലിനെ പറ്റിയാണ് ഇന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പ്രധാന വാതിലിന് സമീപത്ത് തന്നെ ഉപയോഗിക്കാവുന്ന ചില ടൂളുകൾ നമുക്ക് നോക്കാം. ഒന്ന്, ഒരു ബാക്വ മിററാണ്. 8 ദിക്കുകളുള്ള ഒരു കണ്ണാടി. ഇത് മെയിൻ ഡോറിൻ്റെ മുകളിൽ നമുക്കിത് ഹാങ് ചെയ്യാവുന്നതാണ്. 8 ദിക്കുകളുടെ സംരക്ഷണമാണ് നമുക്ക് ഈ ഒരു കണ്ണാടി തരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ലെഫ്റ്റും റൈറ്റും നമുക്ക് ഓരോ ഫ്യൂഡോക്സിൻ്റെ സിമ്പിൾസ് വെക്കാം. ഇതൊരു നല്ല പ്രൊട്ടക്ഷൻ സിമ്പിളായിട്ട് നമുക്ക് വീടിന് വെച്ച് വീടിൻ്റെ സൗഭാഗ്യത്തെ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. അതുപോലെ വീടിൻ്റെ ദൃഷ്ടി അങ്ങനെയൊക്കെ നമുക്ക് തട്ടാതിരിക്കാൻ വേണ്ടി പ്രധാന വാതിലിൻ്റെ സമീപത്ത് ഒരു ടർക്കിഷ് ബ്ലൂ ഐ നമുക്ക് ഹാങ് ചെയ്യാവുന്നതാണ്.
അതുപോലെ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു ടൂൾസ് എന്ന് പറയുന്നത് കുവാൻ കിങ്ങിന്റെ സ്റ്റാച്ചു ആണ്. ഇതിപ്പോഴത്തേക്ക് ഇതിന്റെ ചെറുതും ഉണ്ട്, ഇതിന്റെ വലുതും ഉണ്ട്. ഇത് നമ്മുടെ സാമ്പത്തികം അനുസരിച്ച് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വാങ്ങിച്ചു വയ്ക്കാം. ഇത് ഇത്രയാണ്. പ്രധാന ഡോറിലേക്ക് വരുന്ന നെഗറ്റീവായിട്ടുള്ള ഊർജത്തെ വീട്ടിലേക്ക് കടത്തിവിടാതെ വീടിനെ സംരക്ഷിക്കുന്ന ഒരു കിങ് ആണ് ഈ കുവാൻ കുങ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റാച്ചു. ഇത് നല്ലൊരു പ്രൊട്ടക്ഷൻ സിമ്പിളാണ്. ഒരുപാട് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ കുവാൻ കിങ് നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പം ഇത് ഓരോന്നും സിംബോളിക്കായിട്ടുള്ള സാധനങ്ങളാണ്. ഇത് എൻ്റെ കണ്ടുപിടുത്തങ്ങളോ എൻ്റെ നിർദ്ദേശങ്ങളോ അല്ല. കഴിഞ്ഞ വർഷങ്ങളായി ഞാൻ പഠിച്ച കാര്യങ്ങൾ, ഞാൻ ചെയ്തു പോകുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. ഒരുപാട് നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. നിങ്ങൾക്ക് ഇതിൽ ചിലർക്കെന്ന് പറയുമ്പോഴത്തേക്ക് ഇത് സ്വയം ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോഴത്തേക്ക് നിങ്ങൾ നല്ലൊരു കൺസൾട്ടിനെ കാണിച്ച് നിങ്ങളുടെ വീടൊന്ന് കറക്റ്റ് ചെയ്യൂ. ഉറപ്പായിട്ടും മാറ്റങ്ങളുണ്ടാകും. അതോടൊപ്പം തന്നെ കൺസൾട്ട് ചെയ്തിട്ടുള്ളവർക്കും ചെയ്യാത്തവർക്കും ഒരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ വർഷവും എല്ലാ പുതുവർഷവും ഒരു ഫെബ്രുവരി 10-ാം തീയതിക്കകത്തും ഒരു ജനുവരി 15-ാം തീയതിക്കകത്തും എങ്കിലും നിങ്ങളുടെ വീട് ഒന്ന് ഫെങ്ഷു പ്രകാരം ഒന്ന് കറക്റ്റ് ചെയ്യുന്നത് വളരെ നല്ല റിസൾട്ടിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാനായിട്ടും വലിയ നഷ്ടങ്ങളെ ഒഴിവാക്കാനായിട്ടും വലിയ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടിയും ഒക്കെ ഈ ഒരു ഒരു വർഷത്തെ ഒരു അഴിച്ചുപണി അല്ലെങ്കിൽ ആ ഒരു വർഷത്തെ നമ്മുടെ ഒരു മുന്നൊരുക്കം നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.